ഹായ്, എൻ്റെ പേര് അഗ്നിവേഷ്. ഞാൻ ലിറ്റിൽ മാസ്റ്റർ ഷെഫ് കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേരാണ് നൈപുണ്യ പബ്ലിക് സ്കൂൾ. എൻ്റെ വീട് കളമശ്ശേരിയിലാണ്. ഈ കുക്കിംഗ് ഞാൻ തുടങ്ങിയത് ആക്ച്വലി COVID-19 ആയിരുന്നു. എൻ്റെ സ്കൂൾ അടച്ചപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് എൻ്റെ അമ്മ ചിലപ്പോൾ പറയും എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ആദ്യത്തെ ഫെയിലിയറായിപ്പോയി. ഇതിപ്പോൾ എൻ്റെ പാഷനാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി. പ്രധാന ഇൻഗ്രീഡിയൻസ് മഷ്റൂം നന്നായിട്ട് വൃത്തിയായി കഴുകിയത്, സവാള ചെറുതായി അരിഞ്ഞത്, വേപ്പില. അപ്പം ഇതാണ് ഇതിന് മൊത്തത്തിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മളുടെ റെസിപ്പിന് തുടങ്ങാം. അതിനായിട്ട് പാൻ ചൂടാക്കാൻ വയ്ക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കുക. എന്നിട്ട് അതെല്ലായിടത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇച്ചിരി നമ്മളുടെ സവാള എടുക്കുക. ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലും യൂസ് ചെയ്യാം. പക്ഷെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് താഴെ പിടിക്കും. പക്ഷേ സ്റ്റീലിൽ ഇതിന് നന്നായിട്ട് വാട്ടുക. ഇനി ഈ വാട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ എടുത്തിടുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മളൊന്ന് ഇച്ചിരി പച്ചമുളക് ഇടുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. ഇനി നന്നായിട്ട് വാട്ടുക. തീ മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പോൾ വെളിച്ചെണ്ണ കറക്റ്റായില്ലെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വാട്ടാം. ഞാൻ കുക്കിംഗ് തുടങ്ങിയത് 8 വയസ്സിനായിരുന്നു. അതെനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. വീട്ടിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ റെസിപ്പീൻ്റെ പേരായിരുന്നു ചിക്കൻ ബിരിയാണി. പിന്നെ ഞാൻ പതുക്കാൻ എവോൾവായി കുറേ ഡിഷുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി ഇത് സിമ്മിലിടുക. ഇനി നമ്മൾക്ക് മസാലകൾ ഇടാം. അതിൻ്റെ കൂടെ ഈ എല്ലാ സവാളയും ഒറ്റ സ്ഥലത്താക്കുക. അപ്പോൾ പിന്നെ മസാല അതിൽ തന്നെ അത്ര അധികം സ്പ്രെഡ് ചെയ്യേണ്ടി വരില്ല. ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. ഞാനൊരു 2 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഇനി ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഇനി നമ്മൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം. അപ്പം അതിന് ഇച്ചിരി ഒരു കളറും കൂടി കിട്ടും, ഒരു മണവും. ഞാനിതൊരു 2 ടീസ്പൂണും എടുത്ത് തന്നെ മല്ലിപ്പൊടീൻ്റെ അളവിൻ്റെ അടുത്ത് തന്നെ ഇടണേ. ഇനിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. അതൊരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമ്മൾക്ക് പാകത്തിന് ഉപ്പിടാം. ഈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി വേപ്പില നമ്മൾ അതിൽ ആഡ് ചെയ്യുക. മറ്റേ വെളിച്ചെണ്ണ കുറഞ്ഞ ഇച്ചിരിയും കൂടി ഇടാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇടയിൽ ഇച്ചിരി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഇടാം. അപ്പോൾ ആ മസാലേൻ്റെ കൂടെ മുളക് പൊടിന് മാത്രം കളറാവില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് പിടിക്കണം. ഈ കുക്കിംഗ് ഞാൻ തുടങ്ങിയത് ആക്ച്വലി COVID-19 ആയിരുന്നു. എൻ്റെ സ്കൂൾ അടച്ചപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് എൻ്റെ അമ്മ ചിലപ്പോൾ പറയും എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ആദ്യത്തെ ഫെയിലിയറായിപ്പോയി. കാരണം ഞാനൊരു കേക്ക് ഉണ്ടാക്കിയാൽ നോക്കിയായിരുന്നു കുക്കറിൽ. അത് തെറ്റി. അത് കാരണം അത് ചെറുതായിട്ട് കരിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ആയിരുന്നു ഈ മഷ്റൂം മസാല. അത് ഞാനൊന്ന് നോക്കി നന്നായിട്ട് പണിയെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് നന്നായിട്ട് വന്ന് എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കാനെ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിപ്പോൾ എൻ്റെ പാഷനാണ്. ഞാൻ അത് ഉണ്ടാക്കിയ പിന്നെ ഞാൻ പതുക്കാനെ എനിക്ക് അത് ഇഷ്ടമാവാൻ തുടങ്ങി കുക്കിംഗ്. അതേപോലെ തന്നെ ഞാൻ ഇതേപോലത്തെ ഡിഷുകൾ ഉണ്ടാക്കി. അപ്പം ഇതിനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഇച്ചിരി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ആയിരിക്കണം. ഇനി നമ്മൾക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം.
ഇത് ഓൾമോസ്റ്റ് ഇത് കളറാകുമ്പോൾ ഇതിൽ ഇച്ചിരി കൂടി വെള്ളം വറ്റിയ പ്രശ്നമില്ല. മഷ്റൂം നിങ്ങൾ ഇനിയിപ്പോൾ വെള്ളമെല്ലാം പുറത്ത് എടുത്ത് നന്നായിട്ട് ഡ്രൈ ആയ പോലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള മഷ്റൂം ആണെങ്കിൽ ഇത് ഇപ്പോൾ ഇടാം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ മഷ്റൂം വെള്ളം കുറഞ്ഞ് ഡ്രൈ ആയതാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് ഗ്രേവി ആക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനെടുത്ത പോലെ മഷ്റൂം ആണെങ്കിൽ ഇതേപോലെ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇടുമ്പോൾ പിന്നെ വെള്ളം കുറഞ്ഞു പോയാൽ വേണമെങ്കിൽ ഇച്ചിരി ഇടാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് മഷ്റൂം ഇടാം. ഇനി ഇത് സിമ്മിലിട്ടിട്ടുണ്ട്. അപ്പം ഇനി മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. മഷ്റൂം നന്നായിട്ട് ഈ മസാല ഇതിൽ പിടിക്കണം. ഈ മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു ദിവസം വരെ ഒക്കെ മാക്സിമം നിൽക്കാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. ക്ലീൻ ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരിയും കൂടി ഒരു 2 ദിവസം നിൽക്കുമായിരിക്കും. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇച്ചിരി നന്നാവും. അതിൻ്റെ കൂടെ ഇതേപോലെ ഇതാവുമ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വേവിക്കാവുന്നതാണിത്. ഞാൻ കോൺട്രിയൻ ഫുഡും ട്രഡീഷണൽ ഫുഡും ട്രൈ ചെയ്യാറുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. നിങ്ങളുടെ മഷ്റൂമിനനുസരിച്ച് വയ്ക്കാൻ ഞാനൊരു 10-15 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര മഷ്റൂം എടുക്കുന്നു അതിൻ്റെ അളവിലായിരിക്കും അതിൻ്റെ വേവും വരുന്നത്. ഇതിനിപ്പോൾ ഈ മൂടിൻ്റെ ചെറുതായിട്ട് ഓട്ടകളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇവാപ്പറേഷനായിട്ടുള്ള എയർ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മഷ്റൂം പെട്ടെന്ന് തന്നെ വെള്ളം വറ്റാൻ ചാൻസ് ഉണ്ട്. അത് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ വെള്ളത്തിന് കുറവുണ്ടെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമായിരിക്കണം. പക്ഷെ ഇതത്ര കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അപ്പം ഇനി അടച്ചു വയ്ക്കാം. ഇതിനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് നോക്കാം. ഇത് മറ്റേ മഷ്റൂം ഒന്ന് എടുത്തിട്ടത് വെന്തിട്ടുണ്ടോ നോക്കാം. ഇത് ഈ രൂപത്തിലൊരു ഓൾമോസ്റ്റ് വെന്തൊരു ഭാഗത്തിലാവുമ്പോൾ ഇത് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുക. വെള്ളം വറ്റിക്കണം. ഈ താഴെ ഉണ്ടായ സവോള എല്ലാതും ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലെത്തിയിട്ട് ആ ഗ്രേവി ഒന്ന് ആ ഗ്രേവിയിലുണ്ടായ കുറച്ചധികം വെള്ളം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് വേവണേലും മുമ്പ് നന്നായിട്ട് വേവണേനെക്കാട്ടും മുമ്പൊന്ന് തുറന്ന് വെച്ച് വേവിക്കുക. വെള്ളം കുറവാണെങ്കിൽ ഒരു ചൂടായതിന് നന്നായിട്ട് ചൂടുണ്ടെങ്കിൽ വെന്തതിന് ശേഷം ഒന്ന് വയ്ക്കാവുന്നതാണ്. ഒരു 90% വെന്തതിന് ശേഷം. വെള്ളം വളരെ ഇച്ചിരിയാണ്. ഇതിനി നന്നായിട്ട് ഇളക്കി മറ്റേ മഷ്റൂം ഉടക്കരുത്. അതൊന്ന് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. മഷ്റൂം ഉടക്കരുത് വെന്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഉടഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സായി പോകും ഗ്രേവിൻ്റെ കൂടെ. ഇനി ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മളുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് ചപ്പാത്തി അങ്ങനത്തെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി എരിവ് വേണമെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇത് സിമ്പിൾ ഡിഷാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം.